അമ്പലം വിഴുങ്ങികൾ എന്ന് നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഭരണം നടത്താം എന്ന് ഇവിടുത്തെ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ ഒരു അരമനയിൽ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി ചെല്ലുമ്പോൾ എങ്ങനെ വിവേകത്തോടുകൂടി ബുദ്ധിപരമായി അവിടെ വ്യവഹരിക്കണമെന്നും അവിടെ സംസാരിക്കണമെന്നും നിതാന്ത ജാഗ്രതയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ, ക്ഷേത്രത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ എന്ത് നിലപാടും ഇവിടെ എടുക്കും എന്ന് തീരുമാനിക്കുന്നത്? അതിവിടുത്തെ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. കോടാനുകോടി രൂപ ഭക്തർ കൊണ്ടുവരുന്ന കാണിക്കയും ഭക്തർ ദേവന് അർപ്പിക്കുന്ന കാണിക്കയും ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷക്കാലവും മുന്നോട്ട് പോയത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ചെമ്പോലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു പോറ്റി, അതായത് ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു പോറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ മുഖമണ്ഡപ സ്ഥലത്തുള്ള ഈ ചെമ്പോലയൊക്കെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്താം എന്ന് വിശ്വസിക്കാൻ മാത്രം മരമണ്ടന്മാരല്ല കേരളത്തിലെ പൗരസമൂഹം എന്നുള്ളതും ദേവസ്വം വകുപ്പ് മന്ത്രി മനസ്സിലാക്കണം എന്നുകൂടി പറയാൻ ഈ വിഷയത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ശ്രീമതി ബിന്ദു മന്ത്രിയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ആ പ്രസംഗത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ പെൻഷൻ, പാവപ്പെട്ട വയോവൃദ്ധരായിട്ടുള്ള മനുഷ്യരുടെ പെൻഷൻ മര്യാദയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്ത നിങ്ങൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് വരുമാനം പോലും മാനദണ്ഡമാക്കാതെ ഏതൊരു വൃദ്ധനും വൃദ്ധയ്ക്കും ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പോലും അവർക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സന്മനസ് കാണിക്കാത്ത നിങ്ങൾ ഏത് വൃദ്ധജനത്തെക്കുറിച്ചാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സംസാരിക്കുന്നത്? ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി വയോജന മിത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ വയോജനങ്ങളെക്കുറിച്ചും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണം, കേന്ദ്ര ഗവൺമെൻറ് വയോജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ മറ്റു സംസ്ഥാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പോലെ, പ്രാവർത്തികമാക്കുന്നത് പോലെ കേരള ഗവൺമെൻറ്റും പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുത്ത് ഇത് സാധാരണക്കാരിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങളിങ്ങനെ നിലപാട് പ്രസംഗം നടത്താൻ എന്നുകൂടി പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അടിയന്തരമായിട്ട് ഇവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറയണം. വൃദ്ധജനങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന മറ്റൊരു വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീമതി ബിന്ദുവും മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ കേന്ദ്രത്തിൻ്റെ മന്ത്രി തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന് ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് എയിംസ് നൽകുന്നതായിരിക്കും എന്ന് അതായത് കൃത്യമായി അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ്. അതിൻ്റെ അപ്പുറത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു മറുപടി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്കിപ്പോൾ പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം 3 യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തത് അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമാണ്. അവിടുത്തെ പൗരാവലിയുടെ ആവശ്യം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ എയിംസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിവിധ ജില്ലകളിൽ നിന്ന്, കോഴിക്കോടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, കോഴിക്കോടിലെ ജനങ്ങളുടെ ആഗ്രഹം കോഴിക്കോട് ഈ സബ്ജക്റ്റ് ഉണ്ടായി കാണണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 10-30 വർഷം ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയത്ത്
ഏറ്റവും സമയം എത്രയും പെട്ടെന്ന് സ്പീഡായിട്ട് ഉണ്ടാകണം എന്നാണ് നമ്മളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത്. അത് ഉചിതമായ സ്ഥലം കേന്ദ്ര ഗവൺമെൻറ് തിരഞ്ഞെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒരുക്കാൻ കേരളത്തിൻ്റെ ഗവൺമെൻറ് അധികം വൈകാതെ തന്നെ തയ്യാറാകണമെന്നും ഞങ്ങൾ ഏത് ജില്ലയിലെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചാലും ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും എന്നുകൂടി മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതായത് എവിടെ ആയിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓൾ ഇന്ത്യ അധ്യക്ഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എന്തിനാണ്? അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകുകയാണ്. ഒരാൾ രാഷ്ട്രീയക്കാരൻ ഒരു പൊതുദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു മന്ത്രിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ പൊതുദൗത്യത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും പഠിച്ച് പരിശോധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മറുപടി പറയും. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട പല വർക്കുകളും എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയത്തിന് നിർവഹിക്കാത്തത് കൊണ്ട് വലിയൊരു ലാഗിംഗ് ആണ് ഈ വിഷയത്തിൽ നമുക്കുണ്ടായിട്ടുള്ളത്. മാസങ്ങളുടെ നഷ്ടമാണ് പാവപ്പെട്ട രോഗികൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളിവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹിളാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന നാളുകളിൽ സ്ത്രീകൾക്കിടയിൽ ധാരാളം അവഗണനകൾ നടക്കുകയാണ് കേരളത്തിൽ. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് നമ്മുടെ സ്ത്രീ സഹോദരിമാർ അവർ അനുഭവിക്കുന്ന ഒട്ടേറെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെയുണ്ട്. ഞങ്ങൾ വിമൻ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ശില്പശാലകൾ കേരളം അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുകയാണ്. ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ അവരുടെ നേതൃത്വത്തിൽ മഹിളാ മോർച്ച വിമൻ ഔട്ട്റീച്ചിൻ്റെ ചുമതലക്കാരിയായിട്ടുള്ള ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളുടെ സംഘടനയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ് അവരുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അമ്മമാർ, കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തുടങ്ങിയ ആളുകളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പരാതികൾ കേൾക്കുകയും അവരുമായിട്ട് സമയം ചിലവഴിക്കുകയും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തെ വകുപ്പ് മന്ത്രിക്കാണ് പരാതി കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ, കേന്ദ്രത്തിനാണ് പരാതി കൈമാറേണ്ടതെങ്കിൽ അങ്ങനെ, ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം മുഴുവൻ നടക്കുന്ന ശില്പശാലയുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് എത്തിയത്. തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വന്നതിന് ഞങ്ങൾ നന്ദി അറിയിക്കുകയും അങ്ങനെ സുരക്ഷിതത്വമില്ലാത്ത സ്ഥലത്തു പോലും ജോലി ചെയ്യുന്ന, സ്വന്തം ആരോഗ്യത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഹരിതകർമ്മസേന പോലെയുള്ള സ്ഥലങ്ങളിൽ വരെ ജോലി ചെയ്യുന്നവർക്ക് വീടില്ലാത്തതിൻ്റെ, അവരുടെ വീടിനകത്തിരിക്കുന്ന അമ്മമാർക്ക് പെൻഷൻ കിട്ടാത്തതിൻ്റെ, സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന അമ്മമാരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ സമയം സമൂഹത്തിനകത്ത് ചിലവഴിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി പാർട്ടി നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്.